ഹായ്. ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത് നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, മഞ്ജു പിള്ളൈ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിലാണ് ഈ നിവിൻ പോളി ധ്യാൻ കോംബോ നമ്മൾ ലാസ്റ്റായിട്ട് കാണുന്നത്. അവസാനം അവരുടെ കോംബോ ഇറങ്ങിയ സിനിമ അതാണ്. ആ സിനിമയിൽ കംപ്ലീറ്റ് സിനിമ ഒരു ലാഗൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ ലാഗൊക്കെ ഇല്ലാതാക്കിയതും നിവിൻ്റെ ഒരു കമ്മിങ് ബാക്ക് പോലെയുള്ള ഒരു സിനിമയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കംപ്ലീറ്റ് കൊണ്ടുപോയത് നിവിൻ പോളി തന്നെയാണ്. പക്ഷേ ഇതിലേക്ക് എത്തുമ്പം ഇവരുടെ ഈ കോംബോയോ സിനിമയോ എത്ര കണ്ട് വർക്കായി എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയം എനിക്കുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള തല്ലിപ്പൊളിയായ രണ്ട് ചെറുപ്പക്കാർ, അതായത് നിവിനും ആൽപ്പറമ്പിൽ ഗോപി എന്ന കഥാപാത്രമായി എത്തുന്നു, ധ്യാൻ ശ്രീനിവാസൻ മൽഘോഷ് എന്ന കഥാപാത്രമായിട്ട്. രണ്ട് സുഹൃത്തുക്കൾ. നമ്മുടെ വീട്ടുകാരൊക്കെ പറയുന്ന പോലെ നമ്മളെ വഴിതെറ്റിക്കാനൊരു സുഹൃത്ത്, അവൻ്റെ ഫ്രണ്ടല്ലേ അവനാ വഴിതെറ്റിക്കുന്നതെന്ന് പറയുന്ന പോലെ ആൽപ്പറമ്പിൽ ഗോപിയായ നിവിനെ വഴിതെറ്റിക്കാൻ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ ഉടായ്പകളും പറഞ്ഞു കൊടുക്കുന്ന ഒരു സുഹൃത്തായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ മൽഘോഷ് ഇതിലെത്തുന്നത്. അങ്ങനെ കംപ്ലീറ്റ് ഇവരെടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭയങ്കര തീവ്രമായ പൊളിറ്റിക്സ് സംസാരിക്കുന്ന, തൊട്ടാ പൊള്ളുന്ന ചില വിഷയങ്ങൾ തന്നെയാണ്. വർഗീയതയായാലും ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ആയാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയായാലും വളരെ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒരു ഓർമ്മിപ്പിക്കൽ എന്ന നിലയിൽ കൃത്യമായ പൊളിറ്റിക്സ് പറയുന്ന ഒരു സിനിമ. മതമൊന്നും പൊളിറ്റിക്സിലേക്ക് എടുക്കരുത്, മതം വേറെയാണ് പൊളിറ്റിക്സ് വേറെയാണ്. സലിംകുമാറൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് ഡയലോഗുകളൊക്കെ പറയാനുള്ളൊരു കഥാപാത്രമായിട്ടാണ് സലിംകുമാർ എത്തുന്നുള്ളത്. അപ്പോൾ അങ്ങനൊരു സിനിമയാണ്. പക്ഷേ ഇത് മേക്ക് ചെയ്തപ്പോഴേ ഫസ്റ്റ് ഹാഫ് ഒരു ബിലോ ആവറേജ് എന്ന രീതിയിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഭയങ്കര ലാഗ് അടിക്കുന്നുണ്ട്. ഇത് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോറി എത്തിച്ചാൽ മതിയായിരുന്നു. ആദ്യം തന്നെ നമ്മുടെ നിവിൻ പോളി പുറത്ത് പോകുന്നൊരു സീൻ ഉണ്ട്. അതായത് രാജ്യം വിട്ടു പോകുന്നത് എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും പറയുന്നില്ല നമ്മളോട്. പക്ഷെ എവിടെയോ ആണ്. അവിടെ വലിയൊരു ഭീതിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു BGM കൊടുക്കുന്നുണ്ട്. BGMൻ്റെ കാര്യത്തിലൊക്കെ വരികയാണെങ്കിലേ ഇതിലൊരു 4 പാട്ടുകളുണ്ട്, പിന്നെ ഒരു ഓപ്പണിംഗ് സോങ്ങും. ഈ 4 പാട്ടുകളും ലിറിക്സൊക്കെ അടിപൊളിയായിരുന്നു. ലിറിക്സൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പ്രൗഡ് ടു ബി എ മലയാളി എന്ന മൂഡിൽ കൊണ്ടുവന്ന ലിറിക്സും. പക്ഷെ അതിൻ്റെ മ്യൂസിക്കിലേക്ക് എത്തുമ്പോൾ അത് അത്ര കണ്ട് വർക്കായില്ല എന്ന് തോന്നിയൊരു മ്യൂസിക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പാടി നടക്കുന്ന ഒരു പാട്ടായിട്ടൊന്നും വരില്ല. അപ്പോൾ മ്യൂസിക് അങ്ങനെ വർക്കാവാത്തത് കൊണ്ട് തന്നെ പാട്ടുകളൊന്നും നമുക്ക് ആ ഒരു കറക്റ്റ് നമ്മുടെ മൈൻഡിൽ നിൽക്കുന്നതോ അങ്ങനെയൊന്നുമല്ല. അതിലൊക്കെ നിവിൻ്റെ അപ്പിയറൻസും ഭയങ്കര പോറായിരുന്നു. പിന്നെ സിനിമ കണ്ടവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫസ്റ്റ് ആ നിവിൻ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്ന ഒരു സീനിലൊക്കെ സൈക്കിള് പോകുന്ന ഒരു ഹൈറ്റ്, ഒരു വണ്ടീൻ്റെ മുകളിലാണ് സൈക്കിള് കയറ്റി വെച്ചിരിക്കുന്നത്, താഴെ നടക്കുന്ന ഒരു ഭയങ്കര ലോ പേസിലും അങ്ങനെ നിൽക്കുന്ന ഒരു സാധനം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതൊന്നും മനസ്സിലാവാതെ ഇവർ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാത്തതാണോ, അങ്ങനത്തെ ചെറിയ ചെറിയ പാളിച്ചകൾ അവിടെ ഇവിടെയായിട്ട് കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യപ്പെടും. അതായത് സൈക്കിളിൽ പോകുന്ന ഒരാളും റോഡ് കൂടി നടക്കുന്ന ഒരാളും തമ്മിലുള്ള ഹൈറ്റ് വ്യത്യാസം ഭയങ്കരമായിട്ട് കൂടിയും കുറയും ചെയ്തത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും നമ്മൾ. അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമ്മളെ മടുപ്പിക്കും, വെറുപ്പിക്കും സാധനം. എന്നിട്ട് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പം സെക്കൻഡ് ഹാഫിൽ BGM നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇമോഷണൽ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ BGM ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, ഖുറാനിലെ ആദ്യത്തെ വചനം വായിക്കുക എന്നാണ്, ആയുധം എടുക്കുക, അങ്ങനെ കുറച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഈ സിനിമ നോക്കുന്ന സമയത്ത് ഇത് ഈ കാലഘട്ടത്തിന്, ഇന്നത്തെ തലമുറക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമ കാണുന്ന യൂത്തിനൊക്കെ ആവശ്യമുള്ളൊരു സിനിമയാണോ? വിഷയം സ്റ്റിൽ അവിടെ ഉണ്ട് സംസാരിക്കുന്നത്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന സിനിമ വാർ ആൻഡ് ലവ് ഒക്കെയാണ്. ആ കാലത്തൊക്കെ ഇറങ്ങുന്ന ഒരു സിനിമയൊക്കെ ആണെങ്കിൽ ഇത് നമുക്ക് കുറച്ച് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. രാജ്യസ്നേഹമാണ്, പരസ്പരം പോരടിക്കരുത്, ഇന്ത്യ ഒരു സ്ഥലത്തുണ്ടോ ഓപ്പോസിറ്റ് സൈഡ് പാകിസ്ഥാൻ വേണം എന്ന് പറയുന്ന ഒരു മൂഡ് ഉണ്ടാക്കുകയും, അതല്ല നമ്മുടെ മറ്റേ വർക്ക് ചെയ്യണ്ടേ, ഇന്ത്യ എവിടെയാണ് പാകിസ്ഥാനും അതാണ്, ഭയങ്കര സ്നേഹമാണ്, ഇതങ്ങനെ ചെയ്യരുത്, പാകിസ്ഥാൻ നമ്മുടെ സഹോദരനാണ്, അങ്ങനെയൊക്കെ ഈ കാലഘട്ടത്തിന് അത് ആവശ്യമാണോ? വിഷയം അവിടെ ഇരിക്കെ തന്നെ, അല്ലെങ്കിൽ പൊളിറ്റിക്സ് അവിടെ ഇരിക്കെ തന്നെ ഈ കാലഘട്ടത്തിന് ആവശ്യമാണോ? ഇതൊരു സിനിമയല്ലേ? സിനിമേനെ ഈ പഴയ മൂഡിലേക്ക് കൊണ്ടുപോകുന്നൊരു സ്ക്രിപ്റ്റൊക്കെ ഫ്ലോപ്പാണ്, കഥ മോശമാണ്, പക്ഷേ സ്ക്രിപ്റ്റ് ബീറായിട്ട് ഫ്ലോപ്പായി പോയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലൊക്കെ തിയേറ്ററിൽ ഇരുന്നിട്ട് എല്ലാവർക്കും കുഴപ്പമില്ലാണ്ട് ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്യാവശ്യം രാജ്യസ്നേഹമൊക്കെ തുളുമ്പി നിൽക്കുന്നവർക്കൊക്കെ കാണാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.